ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മലയാള ഓണ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: നിന്നുടെ ജീവിതം മോശമെന്നല്ലീ ഞാൻ ചൊന്നതെന്നാരോപനെ മാപ്പു നൽകൂ. പനിനീർ പൂവ്. കവിയുടെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ജീവിത സന്ദേശം എന്തെല്ലാം വ്യക്തമാക്കുക. ഉത്തരം: പനിനീർ പൂവ് എന്ന കവിതയിലെ ഈ വരികളിലൂടെ ഉള്ളൂർ എസ് പരമേശ്വരൻ വലിയൊരു ജീവിത സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ മഹത്വവും മൂല്യവും ഉണ്ടെന്നും ഒന്നിനെയും നിസ്സാരമായി കാണരുതെന്നും കവി ഓർമ്മിപ്പിക്കുന്നു. കൊട്ടാരത്തിലെ രാജാവിനും കുടിലിലെ പാവപ്പെട്ടവനും ഒരുപോലെ സുഗന്ധവും സന്തോഷവും നൽകുന്ന പൂവിന്റെ ജീവിതം സമത്വഭാവത്തിന്റെ പ്രതീകമാണ്. തനിക്ക് ലഭിച്ച ചുരുങ്ങിയ ആയുസ് കൊണ്ട് ചുറ്റുമുള്ളവർക്ക് ആനന്ദം പകരുന്ന പൂവിനെ പോലെ പരോപകാരപ്രദമായ ഒരു ജീവിതം നയിക്കാൻ മനുഷ്യൻ ശീലിക്കണം. കൂടാതെ തന്റെ തെറ്റായ ധാരണകൾ തിരിച്ചറിഞ്ഞ് പൂവിനോട് ക്ഷമ ചോദിക്കുന്ന കവിയുടെ വാക്കുകൾ അഹങ്കാരം വെടിഞ്ഞ് തെറ്റുകൾ പരസ്യമായി സമ്മതിക്കാനും തിരുത്താനുമുള്ള വലിയൊരു മനസ്സ് മനുഷ്യനുണ്ടാകണമെന്ന ഉത്കൃഷ്ടമായ സന്ദേശം കൂടി നൽകുന്നു. അടുത്ത ചോദ്യം: പനിനീർ പൂവ് എന്ന കവിതയിലെ ആശയം, ശബ്ദഭംഗി, പ്രായോഗ ഭംഗി, സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. മലയാളത്തിലെ മഹാകവിയായ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ ഏറെ ചിന്തോദ്ദീപകവും കൃത്യവുമായ ഒരു ഭാവഗീതമാണ് പനിനീർ പൂവ്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ മൂല്യവും മഹത്വവും ഉണ്ടെന്ന ഉദാത്തമായ ആശയമാണ് കവി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. കൊട്ടാരത്തിലെ രാജാവിനും കുടിലിലെ പാവപ്പെട്ടവനും ഒരുപോലെ സുഗന്ധവും ആനന്ദവും നൽകുന്ന പൂവിന്റെ ജീവിതം സമത്വഭാവത്തിന്റെ ഉത്തമ പ്രതീകമാണ്. തനിക്ക് ലഭിച്ച ചുരുങ്ങിയ ആയുസ് കൊണ്ട് ചുറ്റുമുള്ളവർക്ക് നന്മ മാത്രം പകരുന്ന പൂവിനെ പോലെ സ്വാർത്ഥതയില്ലാത്ത പരോപകാരപ്രദമായ ഒരു ജീവിതം നയിക്കാൻ മനുഷ്യൻ ശീലിക്കണമെന്ന വലിയൊരു സന്ദേശം കവിത മുന്നോട്ട് വെക്കുന്നു. ലളിതവും മനോഹരമായ പദസമ്പത്ത് കൊണ്ട് അനുകൃതമായ ഈ കവിതയിൽ വരികളുടെ താളാത്മികതയും അക്ഷരങ്ങളുടെ ആവർത്തനവും മികച്ച ശബ്ദഭംഗി സമ്മാനിക്കുന്നുണ്ട്. കവിതയിലെ ഏറ്റവും ആകർഷണമായ ഘടകം അതിന്റെ സാദൃശ്യപ്പെടുത്തലുകളാണ്. പൂവിന്റെ ഹസ്യമായ ആയുസ്സിനെ മനുഷ്യന്റെ ജീവിതത്തോടും അത് പരത്തുന്ന സുഗന്ധത്തെ മനുഷ്യൻ ചെയ്യേണ്ട സൽപ്രവൃത്തികളോടും കവി ഇതിൽ ഉപമിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ആശയ പൊലിമ കൊണ്ടും പ്രകൃതിയുടെ ഭംഗിയുടെ വർണ്ണന കൊണ്ടും കേവലം ഒരു പൂവിന്റെ ജീവിതത്തിലൂടെ മനുഷ്യന് വഴിവിളക്കാകുന്ന വലിയൊരു ജീവിത സന്ദേശം സമ്മാനിക്കാൻ മഹാകവി ഉള്ളൂരിന് ഈ കവിതയിലൂടെ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തെ ചോദ്യമാണിത്. തിരക്കഥാ സന്ദർഭം വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഉത്തരം: പി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ ഏറ്റവും കരുത്തുറ്റതും കേന്ദ്രസ്ഥാനത്തുള്ളതുമായ കഥാപാത്രമാണ് അമ്മ. പരമ്പരാഗതമായ ഗ്രാമീണ നന്മയുടെയും മാതൃത്വത്തിന്റെയും പ്രതീകമായ അമ്മ തന്റെ മക്കളുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ തളർന്നു പോകാതെ ആത്മാഭിമാനത്തോടെ നിലകൊള്ളുന്ന ഒരു സ്ത്രീയായാണ് തിരക്കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്. സ്വന്തം പുരയിടത്തോടും താൻ വളർത്തിയ പശുവിനോടും ആടിനോടും അങ്ങേയറ്റം വൈകാരികമായ അടുപ്പം പുലർത്തുന്നതാണ് അമ്മയുടെ വ്യക്തിത്വം. മക്കൾ തന്നെ ഒരു ഭാരമായി കാണുകയും തറവാട് വീട് വിറ്റ് തന്നെ വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ ഒത്തുകളിക്കുകയും ചെയ്യുന്നു എന്ന ക്രൂരമായ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അമ്മയുടെ മനോദല സങ്കടത്തിലാവുന്നുണ്ടെങ്കിലും അവരത് പുറത്തു കാണിക്കുന്നില്ല. മക്കളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് മുന്നിൽ യാചിച്ചു നിൽക്കാൻ തയ്യാറാകാത്ത അമ്മ വളരെ ദൃഢമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. തന്നെ ഒരു സ്വത്തായി കാണുന്ന മക്കൾക്ക് മുന്നിൽ തന്റെ ആത്മാഭിമാനം പണയം വെക്കാതെ ഒരു തുണിസഞ്ചി പോലും കയ്യിലെടുക്കാതെ പ്രസന്നമായ മുഖത്തോടെ വീടിന്റെ പടിയിറങ്ങുന്ന അമ്മയുടെ ചിത്രം വായനക്കാരെ ചിന്തിപ്പിക്കുന്നതാണ്. താൻ മരിച്ചാൽ ദഹിപ്പിക്കാൻ തന്റെ പുരയിടത്തിലെ മാവ് വെട്ടണമെന്നും ഇനി എത്ര കാലം കഴിഞ്ഞാലും മക്കളോ കൊച്ചുമക്കളോ തന്നെ കാണാൻ വരരുതുമെന്നുള്ള അമ്മയുടെ അവസാന വാക്കുകൾ മക്കളുടെ കപട സ്നേഹത്തിന് നേരെ എറിയുന്ന ശക്തമായ പ്രഹരങ്ങളാണ്. മനുഷ്യൻ കാണിക്കാത്ത സ്നേഹവും നന്ദിയും. താൻ വളർത്തിയ പശു നീട്ടി കരയുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന അമ്മ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന എല്ലാ അമ്മമാരുടെയും പ്രതിനിധിയായി മാറുന്നു. ചുരുക്കത്തിൽ മക്കളുടെ അവഗണനയിലേക്ക് മുന്നിൽ കീഴടങ്ങാതെ സ്വന്തം അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച് പടിയിറങ്ങുന്ന ധീരയായ ഒരു അമ്മയുടെ നേർചിത്രമാണ് പത്മനാഭൻ ഈ തിരക്കഥയിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി എന്റെ പങ്കും കൂടി അനുതാര പഠിച്ചുള്ളൂ എന്ന് വലിയ തമാശയോടെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരിയും ഉയർത്തി നീലകണ്ഠൻ നടന്നു നീങ്ങി. താളുകൾക്കിടയിൽ ഒരു മയിൽപീലി. സൂചനയും കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം തയ്യാറാക്കുക. ഉത്തരം: പ്രിയ എസിന്റെ താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന കഥയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കഥാപാത്രമാണ് നീലകണ്ഠൻ എന്ന കൊച്ചുബാലൻ. സ്നേഹവും കരുണയും ആത്മാർത്ഥതയും ഒത്തുചേർന്ന നിഷ്കളങ്കമായ സൗഹൃദത്തിന്റെ ഉത്തമ പ്രതീകമാണ് നീലകണ്ഠൻ. രോഗാവസ്ഥ കാരണം മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ അനിതാരയെ അപകർഷതാബോധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് നീലകണ്ഠന്റെ സ്നേഹപൂർണമായ ഇടപെടലുകളാണ്. ബെഞ്ചിൽ അവൾക്കായി ഇടം നൽകിയതും പഠനത്തിൽ സഹായിച്ചതും പരീക്ഷാ സമയത്ത് അധ്യാപകർ കാണാതെ ഉത്തരങ്ങൾ കാണിച്ചു കൊടുത്തതും അവൾക്ക് വലിയൊരു തണലായി മാറുന്നു.
രണ്ട് ഷർട്ടുകൾ മാത്രമുള്ള കടുത്ത ദാരിദ്ര്യത്തിലും തനിക്ക് വാശി പിടിക്കാൻ അച്ഛനില്ലെന്ന വലിയ സങ്കടത്തിലും മറ്റുള്ളവർക്ക് മുന്നിൽ അവൻ എപ്പോഴും പുഞ്ചിരിയോടെ മാത്രമാണ് നിന്നിരുന്നത്. അനുതാരയുടെ ചിത്രരചനയെ പ്രശംസിച്ച് പ്രോത്സാഹിപ്പിച്ച് അവൻ അവളുടെ വേദനകളെ പോലും മനോപിപ്പിക്കാൻ തക്കവിധം ആത്മവിശ്വാസം നൽകിയ ഉറ്റ സുഹൃത്താണ്. ഒടുവിൽ കടുത്ത പനി ബാധിച്ച് തന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് നിസ്സഹായമായ അവസ്ഥയിലും അവൻ തളർന്നു പോകാതെ കൂട്ടുകാരിക്ക് മുന്നിൽ മന്ദാരപ്പൂ പോലെ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എന്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരിയോടെ അവൻ അവളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ വായനക്കാരുടെ കണ്ണുകളെ അത് ഈറനണിയിക്കുന്നു. സ്വന്തം തകർന്ന സ്വപ്നങ്ങളെയും ഇരുട്ടിലാക്കിയ ജീവിതത്തെയും ഓർത്ത് സ്വയം പരിതമിക്കാതെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നന്നായി പഠിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നീലകണ്ഠൻ സ്വാർത്ഥതയില്ലാത്ത ആത്മാർത്ഥ സുഹൃത്തിന്റെ ഉദാന്തമായ നേർചിത്രമായി വായനക്കാരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. അടുത്ത ചോദ്യം, കളിവിളക്കിൻ തിരുനാളം എന്ന ശീർഷകം കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥാ ഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട്? അഭിപ്രായം കുറിക്കുക. ഉത്തരം, കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥാ ഭാഗത്തിന് കളിവിളക്കിൻ തിരുനാളം എന്ന ശീർഷകം അങ്ങേയറ്റം അനോജ്യവും അർത്ഥവത്തുമാണ്. കഥകളി അരങ്ങുകളെ വെളിച്ചപ്പെടുത്തുന്ന പരമ്പരാഗത വിളക്കാണ് കളിവിളക്ക്. കഥകളിയുടെ ലോകത്ത് ഒരു കലാകാരൻ നടത്തുന്ന ആദ്യ ചുവടുവെപ്പുകളും അദ്ദേഹത്തിന്റെ ഉള്ളിൽ മൊട്ടിട്ട ആദ്യകാല ഓർമ്മകളെയും സൂചിപ്പിക്കാൻ തിരുനാളം എന്ന വാക്ക് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. കുട്ടിക്കാലത്ത് ഉറക്കം തൂങ്ങിയിരുന്നിട്ടും അണിയറയിലെ ഹനുമാന്റെ രൂപം കണ്ട് വിസ്മരിക്കുകയും അരങ്ങിലെ യുദ്ധരംഗങ്ങൾ കണ്ട് ആകൃഷ്ടനാവുകയും ചെയ്ത ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ അനുഭവങ്ങളാണ് ഇതിലുള്ളത്. കളിവിളക്കിന്റെ ആ ആദ്യ തിരുനാളമാണ് പിൻകാലത്ത് അദ്ദേഹത്തിന്റെ മലയാളം കണ്ട പ്രശസ്തനായ ഒരു കഥകളി ആചാര്യനാക്കി മാറ്റാൻ വഴിയൊരുക്കിയത്. വലിയ കലാകാരന്റെ ജീവിതത്തിലേക്കുള്ള കഥകളി വെളിച്ചത്തിന്റെ തുടക്കത്തെ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ ഈ ശീർഷകം വളരെ മികച്ചതാണ്. അടുത്ത ചോദ്യം, ജാതിഭേദം മതഭേദം ഏതുമില്ലാതെ സർവ്വതും സോദരത്വേന വാഴുന്ന മാതൃസ്ഥാനമാണിത്. ഈ വരിയിലെ ജീവിത ദർശനത്തെ സമകാലിക പ്രസക്തി വിവരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, ശ്രീനാരായണ ഗുരുവിന്റെ വിശ്വപ്രശസ്തമായ ഈ വരികൾ മനുഷ്യരാശിക്ക് മുഴുവൻ വഴികാട്ടിയാകേണ്ട ഉദാന്തമായ ജീവിത ദർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. ജാതി ചിന്തകൾക്കും മതപരമായ വിദ്വേഷങ്ങൾക്കും അതീതമായി എല്ലാ മനുഷ്യരും സഹോദരങ്ങളെ പോലെ ഒത്തുവാഴുന്ന ഒരു മാതൃക ലോകത്തെയാണ് ഗുരു ഇതിലൂടെ സ്വപ്നം കണ്ടത്. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഈ വരികൾക്ക് മുൻപത്തേക്കാൾ പ്രസക്തിയുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മനുഷ്യൻ ഒരുപാട് പുരോഗതി കൈവരിച്ചെങ്കിലും മനുഷ്യന്റെ മനസ്സുകളിൽ ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു. രാഷ്ട്രീയ ലാഭങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കുമായി മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ശാന്തതയെ ആയുധമാക്കുന്ന കാഴ്ചകൾ ഇന്ന് സർവ്വസാധാരണമാണ്. സാഹോദര്യവും പരസ്പര വിശ്വാസവും നഷ്ടപ്പെട്ട് മനുഷ്യർ പരസ്പരം ശത്രുക്കളെ പോലെ കാണുന്ന ഈ കാലഘട്ടത്തിൽ ഗുരു പകർന്നു തന്ന മാനവികതയുടെ സന്ദേശം വീണ്ടെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മതങ്ങൾ പലതാണെങ്കിലും മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്നും വിദ്വേഷം വെടിഞ്ഞ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയണമെന്നുമാണ് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സങ്കുചിതമായ ചിന്തകളിൽ നിന്ന് മാറി പരസ്പര ബഹുമാനവും സ്നേഹവും ഉള്ള ഒരു നവസമൂഹം കെട്ടിപ്പടുക്കാൻ ഓരോ വ്യക്തിക്കും ഈ ഗുരുദർശനം സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ഗായകൻ